തുപ്പാർക്ക് തുപ്പായ തുപ്പാക്കി തുപ്പാർക്ക് തുപ്പായതും മഴൈ. സ്നേഹമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ രണ്ടാമത്തെ അധികാരമായ വാൻ ചിറപ്പ് അധികാരത്തിലുള്ള കുറളിൻ്റെ ആശയങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിലും ഒരു 10 പാട്ടുകളുണ്ട്. ഒരു അധികാരത്തിൽ 10 പാട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇത് രണ്ടാമത്തെ അധികാരം വാൻ ചിറപ്പ്. വാൻ എന്ന് പറഞ്ഞാൽ മഴയാണ്, മാനത്തിൽ നിന്ന് പെയ്യുന്ന മഴ. ചിറപ്പ് എന്ന് പറഞ്ഞാൽ മാഹാത്മ്യം, മഴയുടെ മാഹാത്മ്യം. ഈ ലോകത്ത് മഴയില്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. നമുക്ക് കഴിക്കാൻ ആഹാരം പോലും കിട്ടുകയില്ല. വളരെ പ്രധാനപ്പെട്ടതാണ് മഴ. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എങ്കിലും തിരുവള്ളുവർ പറയുന്ന രീതി ഒരു പ്രത്യേക രീതിയാണ്. മഴ എന്തുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ടത് എന്ന് 10 പാട്ടിൽ വളരെ വ്യക്തമായി വിവരിക്കുന്നു. അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. നോക്കാം. ആദ്യത്തെ പാട്ട്, വാനിൻറും ഉലകം വഴങ്ങി വരുതലാൽ താൻ അമൃതം என்று ഉണരപ്പാറ്റ്. വാനിൻറും ഉലകം വഴങ്ങി വരുതലാൻ താൻ അമൃതം என்று ഉണരപ്പാറ്റ്. ഉണരപ്പാറ്റ് എന്നാണ് അത് പറയേണ്ടത്. വാൻ നിന്നും, മാനത്തിൽ നിന്നും ഉലകം വഴങ്ങി വരുതലാൻ, ഈ ലോകത്ത് മഴ വെള്ളം തരുന്നത് കൊണ്ട്, വഴങ്ങി വരുതലാൻ അത് വഴങ്ങുന്നത് കൊണ്ട്, അത് തരുന്നത് കൊണ്ട്. അപ്പം മാനത്തിൽ നിന്നും ഈ ലോകത്ത് എല്ലാവർക്കും ആവശ്യമുള്ള വെള്ളം എന്ന് പറയുന്ന ആ ജലത്തിനെ മഴ തരുന്നത് കൊണ്ട് താൻ അമൃതം என்று ഉണരപ്പാറ്റ്. അത് അമൃതമാണ്. അമൃതം എന്ന് പറഞ്ഞാൽ അമൃതമാണ്. അത് അമൃതമെന്ന് വേണം അതിനെ നാം വിചാരിക്കുവാൻ. അപ്പോൾ വെള്ളം മഴ പെയ്യുന്നു വെള്ളം വരുന്നു എന്ന് മാത്രം നമ്മൾ വിചാരിക്കാതെ ആ മഴയെ അമൃത് എന്ന് വിചാരിക്കണം. കാരണം ഈ ലോകം ചലിക്കുവാനുള്ള എല്ലാം തരുന്നത് മഴയാണ്. വെള്ളമില്ലെങ്കിൽ ലോകത്ത് ആഹാരമില്ല, വേറെ ഒന്നുമേ ഉണ്ടാവില്ല. സസ്യങ്ങളോ ജീവജാലങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഈ മഴ എന്ന് പറയുന്നത് അമൃതാണ്, അമൃതമാണ്. ലോകത്തിന് അടിസ്ഥാനമായ ഒരു അമൃതാണ് എന്നാണ് ആ പാട്ടിൻ്റെ അർത്ഥം. മഴയെ നാം അമൃതമെന്ന് വിചാരിക്കണം. വാനിൻറും ഉലകം വഴങ്ങി വരുതലാൻ താൻ അമൃതം என்று ഉണരപ്പാറ്റ്. അടുത്ത രണ്ടാമത്തെ പാട്ട് നോക്കൂ. ഒരു തു എന്നുള്ള അക്ഷരമാണ് കൂടുതലും വരുന്നത്. ആ ഓരോ വാക്കിൻ്റെ ആദ്യത്തെ ഭാഗത്ത് തു. തുപ്പാർക്ക് തുപ്പായ തുപ്പാക്കി തുപ്പാർക്ക് തുപ്പായതും മഴൈ. തുപ്പാർക്ക് തുപ്പായ തുപ്പാക്കി തുപ്പാർക്ക് തുപ്പായതും മഴൈ. ഇത് നമ്മൾ തമിഴ് ഗ്രാമറിൽ ഒരു അലങ്കാരം എന്ന് പറയും. ഇതിന് അലങ്കാരത്തിന് തമിഴിൽ അണി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു അക്ഷരം തന്നെ വീണ്ടും വീണ്ടും അതേ അർത്ഥത്തിൽ വരികയാണെങ്കിൽ അതിനെ സ്വൽപ്പൊരുൾ പിൻവരുന്നിലെ അണി എന്ന് പറയും. അതായത് ചൊല്ലും പൊരുളും വീണ്ടും പല പ്രാവശ്യം, ഒരു പ്രാവശ്യം വന്നതുപോലെ അടുത്ത് പല പ്രാവശ്യം വരുന്നതിന് ആ അലങ്കാരം എന്ന് പറയും. ഇപ്പം നമുക്കത് കൂടുതൽ നോക്കേണ്ട കാര്യമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. തുപ്പാർക്ക്, തുപ്പെന്ന് പറഞ്ഞാൽ ആഹാരം. തുപ്പാർക്ക് ആഹാരം കഴിക്കുന്നവർക്ക്, തുപ്പായ ഒരു ആഹാര വസ്തുവായും, തുപ്പാക്കി അതായത് ഒരു ആഹാര വസ്തുവായി അത് ആക്കി തരുന്നത് മഴയാണ്. ഇനി തുപ്പാർക്ക് ആഹാരം കഴിക്കുന്നവർക്ക്, അതായത് ആഹാരം വേണ്ടവർക്ക്, തുപ്പായതും ഒരു ആഹാരമായി ഇരിക്കുന്നതും മഴയാണ്. അതായത് ഈ ലോകത്ത് വേണ്ട ആഹാരം ഉണ്ടാക്കി തരുന്നത് മഴയാണ്. മാത്രമല്ല ഒരു ആഹാരമായിട്ടും ഇരിക്കുന്നത് മഴയാണ്. കാരണം ആഹാരം കഴിച്ചാൽ വെള്ളം വേണമല്ലോ, ആ വെള്ളവും മഴയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ തുപ്പാർക്ക് തുപ്പായ തുപ്പാക്കി തുപ്പാർക്ക് തുപ്പായതും മഴൈ. ആഹാരം ആവശ്യമുള്ളവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുകയും ആഹാരം ഉണ്ടാക്കി എല്ലാവർക്കും വഴങ്ങുകയും താൻ ഒരു ആഹാരമായും ഇരിക്കുന്നത് മഴയാണ്. അതുകൊണ്ട് ആ മഴയെ നാം പൊന്നുപോലെ വിചാരിക്കണം. അടുത്ത മൂന്നാമത്തെ പാട്ട്, വിൺ നിன்று പൊയ്പിൻ വിരുനീർ വിയൻ ഉലകത്ത് ഉൾ നിன்று ഉടറ്റും പസി.
വിൺ നിன்று പൊയ്പിൻ വിരിനീർ വിയൻ ഉലകത്ത് ഉൾ നിന്ന് ഉടറ്റും പസി. അതായത് ഈ ലോകത്ത് മഴയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് വളരെ ഭയാനകമായി പറയുകയാണ് തിരുവള്ളുവർ. വിൺ നിന്ന് പൊയ്പിൻ, വിണ്ണെന്ന് പറഞ്ഞാൽ ആകാശം. ആകാശം പൊയ്ത്ത് വിട്ടാൽ, അത് ആകാശം മഴ പെയ്തില്ലെങ്കിൽ, അത് പൊയ്ത്ത് വിട്ടാൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും നടന്നില്ലെങ്കിൽ, ആ മഴ എന്ന് പറയുന്ന ഒരു പ്രവർത്തനം അവിടെ നടന്നില്ലെങ്കിൽ, വിൺ നിന്ന് പൊയ്പിൻ, മഴ മാനത്തിൽ നിന്നും താഴോട്ട് വീണില്ലെങ്കിൽ, വിരിനീർ വിയൻ ഉലകത്ത്, വിരിനീർ എന്ന് പറഞ്ഞാൽ കടലാണ്, കടലാൽ ചൂഴപ്പെട്ട ഈ ലോകത്ത് ഉൾ നിന്ന് ഉടറ്റും പസി. പസി എന്ന് പറഞ്ഞാൽ വിശപ്പ്. എന്തോന്നും നമ്മളെ ഉൾനിന്ന് ഉടറ്റും, ഉൾനിന്ന് ഉടറ്റും എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനുള്ളിൽ നിന്നും ഉടറ്റും, ഒരുപാട് വേദന ഉണ്ടാക്കും. ഏതാണ്? വിശപ്പ്, പസി, വിശപ്പ്. അതായത് ഈ ലോകത്ത് മാനത്തിൽ നിന്നും മഴ പെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഭയങ്കരമായ വരൾച്ച ഉണ്ടാവും, ഭയങ്കര ചൂടായിരിക്കും. ആ ചൂടിൽ സസ്യങ്ങളെല്ലാം കരിയും, ജീവജാലങ്ങളെല്ലാം ചാകും. അപ്പം മനുഷ്യർക്ക് ആഹാരമൊന്നും കഴിക്കാൻ പറ്റില്ല. എല്ലാവരും വയറിങ്ങനെ പിടിച്ച് അയ്യോ വിശക്കുന്നേന്ന് പറഞ്ഞ് കരഞ്ഞ് ഈ ലോകം തന്നെ നശിച്ചു പോകും. വിൺ നിന്ന് പൊയ്പിൻ വിരിനീർ വിയൻ ഉലകത്ത് ഉൾ നിന്ന് ഉടറ്റും പസി. ஆகாயத்திலிருந்து மழை பெய்யாவிட்டால் கடலால் சூழப்பட்ட இந்த உலகத்திலுள்ள மக்கள் மிகவும் കവലയടൈந்து പസിയാൽ വാടുവാറുകൾ എന്ന് തമിഴിൽ പറയാം. ആകാശത്തിൽ നിന്നും മഴ പെയ്തില്ലെങ്കിൽ കടലുകൊണ്ട് ചൂഴപ്പെട്ട ഈ ലോകത്ത് എല്ലാവരും വിശപ്പ് കൊണ്ട് വളരെ കഷ്ടപ്പെടും എന്നാണ്. അടുത്ത് 4ാമത്തെ പാട്ട്. ഏരിൻ ഉഴാർ ഉഴവർ പുയൽ എന്നും വാരി വളം കുണ്ടിക്കാൽ. ഏരിൻ ഉഴാർ ഉഴവർ പുയൽ എന്നും വാരി വളം കുന്തുങ്കാൽ. ഏരിൻ ഉഴാർ ഉഴവർ, ഈ ലോകത്ത് ഏരെന്ന് പറഞ്ഞാൽ കലപ്പ. കലപ്പ കൊണ്ട് ഉഴുതാണല്ലോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. നിലത്തിന് തറയെ കലപ്പ കൊണ്ട് ഉഴുതാൽ മാത്രമേ അവിടെ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കൃഷി ചെയ്താൽ മാത്രമേ മനുഷ്യർ കഴിക്കാനുള്ള ആഹാരം കിട്ടുകയുള്ളൂ. ഉഴവർ എന്ന് പറഞ്ഞാൽ കൃഷിക്കാർ. ഏരിൻ ഉഴാർ ഉഴവർ, ഏരുകൊണ്ട് ഉഴവർകൾ കൃഷിക്കാർ ഉഴാൻ പറ്റുകയില്ല. ഉഴാൻ നിലത്തിനെ, അത് തറയെ ഉഴാൻ പറ്റില്ല. എപ്പോഴാണ്? പുയൽ എന്നും വാരി വളം കുന്തിക്കാൽ. പുയൽ എന്നും ഈ ഭൂമിയിലെ വളമെല്ലാം കുറഞ്ഞ്, മഴയെല്ലാം കുറഞ്ഞ് അവിടെ ചൂട് തുടങ്ങുകയാണെങ്കിൽ എന്താവും? ഈ ലോകത്ത് കൃഷിക്കാർക്ക് ഉഴുത് കൃഷി ചെയ്യാൻ പറ്റില്ല. കൃഷി ചെയ്യാൻ പറ്റാതിരുന്നാലോ ആർക്കും ഒന്നും കഴിക്കാൻ പറ്റില്ല. ജീവജാലങ്ങൾക്കും കഴിക്കാൻ പറ്റില്ല, മനുഷ്യർക്കും ഒന്നും കഴിക്കാൻ പറ്റില്ല, സസ്യങ്ങളും വളരില്ല. ഈ ലോകമേ നശിച്ചു പോകും. അപ്പോൾ മഴയാണ് ഈ ലോകത്തിന് ഏറ്റവും അടിസ്ഥാനം. അപ്പോൾ ഇതിങ്ങനെ ആദ്യത്തെ വരിയിലുള്ള 4ാമത്തെ വാക്കും 2ാമത്തെ വരി ഒരുമിച്ച് ആദ്യം എടുത്താൽ കുറേ കൂടെ പെട്ടെന്ന് അർത്ഥം മനസ്സിലാവും. പുയൽ എന്നും വാരി വളം കുന്തിക്കാൽ. ഭൂമി എന്ന് പറയുന്ന ഈ ലോകം വളം കുന്തിക്കാൽ, വളം കുറഞ്ഞു പോയാൽ, മഴയില്ലാതെ വളം കുറഞ്ഞു പോയാൽ, ഏരിൻ ഉഴാർ ഉഴവർ, കൃഷിക്കാർ കലപ്പ കൊണ്ട് ഈ ഭൂമിയെ ഉഴുത് ഒന്നും വിളവിക്കാൻ പറ്റില്ല, ഒന്നും കൃഷി ചെയ്യാൻ പറ്റുകയില്ല. കൃഷി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ലോകം നശിച്ചു പോകും. അതുകൊണ്ട് അതിനും അടിസ്ഥാന കാരണമായിരിക്കുന്നത് മഴയാണ്. ഇനി 5ാമത്തെ പാട്ട് നോക്കൂ. കെടുപ്പതും കെട്ടാർക്ക് ചാർവായ് മറ്റാങ്കേ എടുപ്പതും എല്ലാം മഴை. കെടുപ്പതും കെട്ടാർക്ക് ചാർവായ് മറ്റ് ആങ്കേ, മറ്റ് ആങ്കേ, അത് ചേർത്ത് എഴുതുമ്പോൾ മറ്റാങ്കേ, മറ്റ് ആങ്കേ എടുപ്പതും എല്ലാം മഴை. മഴ എങ്ങനെയുള്ളതാണ്? മഴയുടെ ഗുണം എന്തൊക്കെയാണെന്ന് പറയുകയാണ്. അത് കെടുപ്പതും, ഈ ലോകത്തിനെ നശിപ്പിക്കുന്നതും മഴ തന്നെയാണ്. ചില സമയത്ത് പ്രളയം വന്നു പോയാൽ മഴ നശിപ്പിക്കുന്നുവെന്ന് നമുക്ക് പറയാം. ഇനി വേറെ രീതിയിലും ഈ ലോകം നശിച്ചു പോകും. എങ്ങനെയാണ്? മഴ ഇല്ലെങ്കിലും ചൂട് ഒരുപാട് ഉണ്ടായാൽ ഈ ലോകത്തൊന്നുമേ വളരുകയില്ല. അപ്പോൾ അത് നശിപ്പിക്കുന്നതും കെട്ടാർക്ക്, അങ്ങനെ കെട്ടുപോയവർക്ക്, അതായത് നശിച്ചു പോയവർക്ക്, ചാർവായി മറ്റ് ആങ്കെ, അവരെ
ആശ്രയിച്ച് നിന്ന് അവർക്ക് നന്മ ചെയ്ത് എടുപ്പതും അവരെ വളർത്തുന്നതും അവരെ എടുക്കുന്നത്, അവരെ തൂക്കിയെടുക്കുന്നത്, അവരെ വളർച്ചയിലേക്ക് കൊണ്ടുവരുന്നതും ഈ രണ്ട് കാര്യങ്ങളും എല്ലാം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നത് മഴയാണ്. അപ്പോൾ ഈ ഭൂമിയെ കെടുപ്പതും മഴ, എടുപ്പതും മഴ. ഈ ഭൂമിയെ നശിപ്പിക്കുന്നതും മഴയാണ്, ഈ ഭൂമിയെ വളർത്തുന്നതും മഴയാണ്. അപ്പം മഴയില്ലെങ്കിൽ ഭൂമി നശിക്കും, മഴ ഉണ്ടെങ്കിൽ ഭൂമി വളരും. കെടുപ്പതും കെട്ടാർക്ക് സാർവായി മറ്റ് ആങ്കെ എടുപ്പതും എല്ലാം മഴை. இந்த உலகத்தை கெடுப்பதும் கெட்டவர்க்கு சார்ந்து நின்று എല്ലാ നന്മകളെ കൊടുപ്പതും മഴയാകും എന്ന് തമിഴിൽ പറയാം. അതായത് ഈ ലോകത്തിനെ നശിപ്പിക്കുന്നതും നശിച്ചു പോയവർക്ക് ഒരു തുണയായി നിന്ന് അവരെ വളർത്തിയെടുക്കുന്നതും മഴയാണ്. രണ്ടും ചെയ്യുന്നത് മഴയാണ്. അപ്പം മഴ വളരെ കഴിവുള്ള ഒന്നാണ്. ഒരാളെ നശിപ്പിക്കാനും പറ്റും, വളർത്താനും പറ്റും. എന്തായാലും വളർത്തുക എന്നുള്ളതാണ് മഴയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ആ മഴയെ നമ്മളെല്ലാവരും ഒരു വലിയ ഒരു അമൃതമായിട്ട് വിചാരിക്കണം. അങ്ങനെ വിചാരിച്ചാൽ അതിൻ്റെ ഗുണം നമുക്ക് ഉണ്ടാവും. മഴയില്ലെങ്കിൽ നമുക്ക് ഈ ലോകത്തിനെക്കുറിച്ച് ആലോചിച്ച് നോക്കാനേ പറ്റില്ല. അപ്പം മഴയാണ് ലോകത്തെല്ലാം. ഇപ്പോൾ സ്നേഹമുള്ളവരെ, വാൻചിറപ്പ് അതായത് മഴയുടെ മാഹാത്മ്യം എന്നുള്ള ഈ അധികാരത്തിൽ ആദ്യത്തെ 5 പാട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിൻ്റെ അർത്ഥമാണ് പറഞ്ഞത്. അപ്പോൾ ഈ ലോകത്ത് ഏറ്റവും അടിസ്ഥാനമായുള്ളത് മഴയാണ്. മഴ ഇല്ലാത്ത ഒരു ലോകത്തിന് നാം ചിന്തിച്ചു നോക്കാൻ പറ്റില്ല. മഴയില്ലെങ്കിൽ ഈ ലോകം ഇല്ല എന്ന് വളരെ വിശദമായി തിരുവള്ളുവർ പറയുന്ന ആദ്യത്തെ 5 കുറളാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ തുടർച്ച അടുത്ത പ്രാവശ്യം വരുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഇതിനെ ഷെയർ ചെയ്യണം, എനിക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുപ്പാർക്ക് തുപ്പായ തുപ്പാക്കി തുപ്പാർക്ക് തുപ്പായതും മഴ.